ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലം ആകുമ്പോഴേക്കും റോസ് വളർത്തുന്നവർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. റോസുകളൊക്കെ മഴയ്ക്കത്ത് നശിച്ചു പോകുമോ എന്നൊക്കെ. മഴക്കാലത്താണ് ഫംഗൽ ബാധകളും കീടബാധകളും ഒക്കെ റോസിനെ എപ്പോഴും ആക്രമിക്കുന്നത്. മഴക്കാലത്ത് റോസുകളുടെ ചുവട്ടിലൊക്കെ എപ്പോഴും വെള്ളം വീഴുന്നത് കൊണ്ട് കീടബാധകളും കൂടുതലാകും. പറ്റുമെങ്കിൽ റോസുകളൊക്കെ മഴ നനയാതെ ഷെയ്ഡിലോ UV ഷീറ്റിൻ്റെ അടിയിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണ്. വെയിൽ കിട്ടുന്നിടത്ത് വെച്ചാലേ റോസുകളിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ച് സമയമെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഷെയ്ഡിലാണെങ്കിലും വയ്ക്കുവാൻ. ഇനിയിപ്പോൾ ഷെയ്ഡിലൊന്നും വെക്കാൻ പറ്റില്ലാത്തവർക്ക് റോസുകൾക്ക് മഴക്കാലത്ത് കുറച്ച് ശ്രദ്ധയൊക്കെ കൊടുത്താൽ മതി. നന്നായി പൂവിടുകയും കേടുകളൊന്നും വരാതെ നോക്കുവാനും സാധിക്കും. മഴക്കാലത്ത് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന രോഗം ഇലകളുടെ മഞ്ഞളിപ്പാണ്. കുറച്ച് ഇലകൾക്ക് മഞ്ഞളിപ്പ് ബാധിച്ചാൽ ഉടനെ ബാക്കിയുള്ള ഇലകൾക്കും ഈ മഞ്ഞളിപ്പ് ബാധിക്കും. അതുകൊണ്ട് മഞ്ഞളിപ്പുള്ള ഇലകളെ പെട്ടെന്ന് മാറ്റിക്കളയുകയും അവിടെ ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇലകളിൽ ബ്ലാക്ക് സ്പോട്ടുകളും ഉണ്ടാകാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നീം ഓയിൽ 2-3 തുള്ളി വെള്ളത്തിൽ ഒഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മഴയില്ലാത്ത സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കുവാൻ. ഇലകളിലൊക്കെ എപ്പോഴും വെള്ളം വീഴുന്നത് കൊണ്ട് ഇലകൾ എപ്പോഴും പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികം മഴ വീഴിയല്ലാത്ത സ്ഥലത്തേക്ക് നല്ല മഴയുള്ളപ്പോൾ റോസുകൾ മാറ്റി വയ്ക്കുക. റോസിൻ്റെ ചുവട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം. ചുവട്ടിൽ ചീഞ്ഞു കിടക്കുന്ന കമ്പുകളും ഇലകളും പൂക്കളും എല്ലാം മാറ്റിക്കളയണം. എങ്കിൽ ചീഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്നും ഫംഗൽ ബാധ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഉണങ്ങിപ്പോയ കമ്പുകളെല്ലാം വെട്ടി മാറ്റിക്കളയണം. തീരെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ പുതിയ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കി റീപോട്ട് ചെയ്തെടുക്കുക. മണ്ണും മണലും ചാണകപ്പൊടിയും ചേർന്ന മിശ്രിതത്തിലേക്ക് എല്ലുപൊടിയും കുറച്ച് വേപ്പും പിണ്ണാക്കും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുത്ത് പുതിയ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. നല്ല വളർച്ചയില്ലാതെ നിൽക്കുന്ന ചെടികളുണ്ടെങ്കിൽ അവയുടെ മേൽമണ്ണ് മാറ്റിയ ശേഷം ഈ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്താൽ അവ നല്ല ഭംഗിയായി വളർന്നു വരും. ഇവയുടെ മേൽമണ്ണ് മാറ്റിയ ശേഷം സൈഡിലെ മണ്ണൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. വേരധികം മുറിപ്പാടൊന്നും ഉണ്ടാകാതെ ഒരു കമ്പോ എല്ലാം കൊണ്ട് മണ്ണൊക്കെ ഒന്ന് നന്നായി ഇളക്കുക. ഈ മണ്ണിന് മുകളിലേക്ക് പുതിയ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുക. മഴക്കാലത്ത് ചട്ടികളുടെ ഡ്രെയിനേജ് ഹോളുകളൊക്കെ നന്നായി തുറന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഹോളുകളൊക്കെ ഒരു കമ്പിയോ വല്ലതും എടുത്ത് തുറന്ന് വെള്ളം നന്നായി പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ മഴക്കാലത്ത് കഞ്ഞിവെള്ളം പോലെ ലിക്വിഡായിട്ടുള്ള ജൈവവളങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. ഉണങ്ങിപ്പൊടിച്ച പഴത്തൊലി, ഉണങ്ങിപ്പൊടിച്ച മുട്ടത്തോട് ഇവയൊക്കെ കൊടുക്കുക. വെള്ളത്തിൽ ലയിപ്പിച്ച രാസവളങ്ങൾ ചുവട്ടിലൊഴിച്ച് കൊടുക്കാതെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേനൽക്കാലത്ത് കൊടുക്കുന്ന പോലെ വളങ്ങൾ അധികം കൊടുക്കേണ്ട. മഴക്കാലത്ത് കുറച്ച് വളങ്ങൾ കൊടുത്താൽ മതി. നന്നായി വളർന്ന് പടർന്ന് നിൽക്കുന്ന ചെടികളെയൊക്കെ ഹാർഡ് പ്രൂൺ ചെയ്യുക. പെട്ടെന്ന് നന്നായി തളിർപ്പുകളൊക്കെ വന്ന് പൂക്കൾ നിറഞ്ഞു നിൽക്കും. റോസുകളെ നല്ലപോലെ കെയർ ചെയ്താൽ മഴക്കാലത്ത് നശിച്ചു പോകാതെ നിറയെ പൂക്കളുമായി നിൽക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.